രാജ്യത്തലവൻ ഇന്നുവരെ കടന്നു ചെല്ലാത്ത മണിപ്പൂരിലേക്ക് ഇതാ രാഹുൽ വീണ്ടും എത്തുന്നു. മണിപ്പൂരിനു വേണ്ടി ഉഗ്ര ശബ്ദത്തിൽ ലോക്സഭയിൽ മത്സരിച്ച രാഹുൽ ആ ധൈര്യത്തോടെ തന്നെ മണിപ്പൂരിലെ ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. എന്തിനും ഏതിനും രാഹുൽ കൂടെ നിൽക്കുമെന്ന ഉറപ്പ് മണിപ്പൂർ ജനതയ്ക്കുണ്ട്. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാം കണ്ടതാണ്. ആ സ്നേഹമായിരുന്നു മണിപ്പൂരിലെ കോൺഗ്രസിന്റെ വിജയം. ഇപ്പോഴിതാ കോൺഗ്രസ് നേതാവും റായ്ബറേലി എംപിയുമായ രാഹുൽ ഗാന്ധി കലാപബാധിത സംസ്ഥാനമായ മണിപ്പൂർ നാളെ സന്ദർശിക്കുകയാണ്. കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ മെയ്തേയ് കുക്കി സമുദായങ്ങൾ തമ്മിൽ വംശീയ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം വടക്കു കിഴക്കൻ സംസ്ഥാനത്തിലേക്കുള്ള രാഹുലിന്റെ മൂന്നാമത്തെ സന്ദർശനമാണിത്. എന്നാൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്ത ശേഷമുള്ള രാഹുലിന്റെ ആദ്യ വരവും. നേരത്തെ ഇംഫാലിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവേ മണിപ്പൂർ കോൺഗ്രസ് അധ്യക്ഷൻ കെ മേഘചന്ദ്രയാണ് രാഹുൽ ഗാന്ധി മണിപ്പൂരിൽ എത്തുമെന്ന് അറിയിച്ചത്. ഡൽഹിയിൽ നിന്ന് വിമാനമാർഗം വഴി സിൽച്ചാറിലേക്ക് എത്തുന്ന രാഹുൽ ഗാന്ധി അവിടെ നിന്ന് കഴിഞ്ഞ ദിവസം പുതിയ അക്രമം നടന്ന ജിരിബാം ജില്ലയിലേക്ക് പോകുമെന്നാണ് അറിയിച്ചത്. രാഹുൽ ഇവിടെ ചില ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സന്ദർശിക്കുമെന്നും ആക്രമണ ബാധിതരായ ആളുകളെ നേരിട്ട് കാണുമെന്നും അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ്. തുടർന്ന് അദ്ദേഹം സിൽച്ചാർ വിമാനത്താവളത്തിലേക്ക് മടങ്ങും. അവിടെ നിന്ന് വിമാനത്തിൽ ഇംഫാലിലേക്ക് പോകുമെന്നാണ് മേഘചന്ദ്ര വാർത്താ ഏജൻസിയോട് പറഞ്ഞത്. മാത്രമല്ല, ഇംഫാലിൽ നിന്ന് അദ്ദേഹം ചുരാചന്ദ്പൂർ ജില്ലയിലേക്ക് പോകും. അവിടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുമായി ആശയവിനിമയം നടത്തും. ചുരാചന്ദ്പൂരിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് റോഡ് മാർഗം വഴി ബിഷ്ണുപൂർ ജില്ലയിൽ മൊയ്റാങ്ങിലേക്ക് പോകുകയും അവിടെയുള്ള ചില ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കുകയും ചെയ്യും. തുടർന്ന് ഡൽഹിയിലേക്ക് മടങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ബിജെപിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ നയങ്ങളും രാഷ്ട്രീയ നിലപാടുകളും കാരണം മണിപ്പൂരിനെ ആഭ്യന്തര യുദ്ധത്തിലേക്ക് തള്ളിവിടുകയാണെന്ന് ലോക്സഭയിൽ സംസാരിക്കവേ രാഹുൽ ഗാന്ധി ആരോപിച്ചതിന് പിന്നാലെയാണ് പുതിയ പ്രഖ്യാപനം. വംശീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കാത്തതിനെയും അദ്ദേഹം നിശിതമായി വിമർശിച്ചിരുന്നു. അന്ന് രാഹുൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മണിപ്പൂർ എന്ന സംസ്ഥാനമേ ഇല്ല. ഒരു സന്ദേശം നൽകാൻ ഞങ്ങൾ പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചിരുന്നു, അവിടെ പോകണമെന്നും. പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല. ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു മറുപടി പ്രധാനമന്ത്രിയിൽ നിന്ന് ലഭിക്കില്ല എന്നായിരുന്നു രാഹുൽ ലോക്സഭയിൽ പറഞ്ഞത്. വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നാലെ 2023 ജൂണിൽ രാഹുൽ ഗാന്ധി മണിപ്പൂർ സന്ദർശിച്ചിരുന്നു. കൂടാതെ ഈ വർഷം ആദ്യം ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ ഭാഗമായും രാഹുൽ മണിപ്പൂരിലെത്തി. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവെന്ന നിലയിലുള്ള രാഹുലിന്റെ ആദ്യ സന്ദർശനത്തെ വളരെ പ്രാധാന്യത്തോടെ തന്നെയാണ് മണിപ്പൂരിലെ കോൺഗ്രസ് പാർട്ടി കാണുന്നതെന്നും വ്യക്തം. മണിപ്പൂരിൽ നിന്നുള്ള കോൺഗ്രസ് എം പി അങ്കോജ ബിമോൾ അക്കോയിജം കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നടത്തിയ പ്രസംഗം ഏറെ ശ്രദ്ധേയമായിരുന്നു. വംശീയ കലാപം രൂക്ഷമായ മണിപ്പൂർ വിഷയത്തിൽ നരേന്ദ്രമോദി സർക്കാർ മൗനം പാലിക്കുന്നതിനെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു അക്കോയിജത്തിന്റെ പ്രസംഗം. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്കിടെയായിരുന്നു ഇന്നർ മണിപ്പൂർ മണ്ഡലത്തിൽ നിന്നും അംഗം കലാപ വിഷയം ഉന്നയിച്ചത്. സംസ്ഥാനത്തു നിന്നുള്ള ഏതെങ്കിലും എം പി വളരെ കാലത്തിനു ശേഷമാണ് ലോക്സഭയിൽ സംസാരിക്കുന്നതെന്ന പ്രത്യേകതയും അക്കോയിജത്തിന്റെ പ്രസംഗത്തിനുണ്ടായിരുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ കൈവച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന 60,000 പേരെയും ആ അമ്മമാരെയും ആ വിധവകളെയും കുറിച്ച് ചിന്തിക്കുക, അവരെ കുറിച്ച് ചിന്തിക്കുക. എന്നിട്ട് നിങ്ങൾ ദേശീയതയെക്കുറിച്ച് സംസാരിക്കുക. അപ്പോൾ മാത്രമേ ഈ ദുരന്തത്തിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകൂ എന്നായിരുന്നു കോൺഗ്രസ് എം പി തുറന്നടിച്ചത്. ഇത് മണിപ്പൂർ തിരിഞ്ഞു നോക്കാത്ത നരേന്ദ്രമോദിക്കുള്ള മറുപടിയായിരുന്നു.